ഹലോ, ഗുഡ് മോർണിംഗ് ടു ആൾ മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇപ്പോൾ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചാനൽ കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ ചാനൽ ഇൻ്റഗ്രേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അതുപോലെ തന്നെ ഇനി നമുക്ക് ചെയ്യേണ്ടത് വാല്യൂ നെറ്റ്വർക്ക്സ് എന്നുള്ളതാണ്. വാല്യൂ നെറ്റ്വർക്ക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് അലയൻസ് that a firm creates to source, augment and deliver the company's offerings. നമ്മൾ എന്ത് ചെയ്യുന്നു? പരസ്പരം ഉണ്ടാക്കുന്ന പാർട്ട്ണർഷിപ്പുകളും ധാരണകളും എന്തിനു വേണ്ടിയിട്ട്? കമ്പനിയുടെ ഓഫേഴ്സും ഡീലിങ്സും ഒക്കെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. സിമ്പിളായിക്കൊണ്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് കണക്ഷൻ, ഒരു കണക്ഷൻ്റെ സെറ്റാണ് ബിറ്റ്വീൻ ഓർഗനൈസേഷൻസ്, ഒന്നുകിൽ സംഘടനകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ തമ്മിലോ, ഓർ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലോ, ഇൻ്ററാക്റ്റിംഗ് പരസ്പരം സംസാരിക്കുന്നതിന് ഇൻ്ററാക്റ്റിംഗ് ഈച്ച് അതർ ടു ബെനിഫിറ്റ് ദ എൻ്റർ ഗ്രൂപ്പ്. രണ്ട് കൂട്ടരുടെയും അതായത് രണ്ട് കൂട്ടരുടെയും ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം, നമുക്കിങ്ങനെ പോകല്ലേ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിനക്കും മെച്ചമാണ് എനിക്കും മെച്ചമാണ്, ഇങ്ങനെ ഉണ്ടാക്കുന്ന കണക്ഷൻസിനാണ് എന്ത് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് വിച്ച് ക്രിയേറ്റ്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് വിച്ച് ക്രിയേറ്റ്സ് പാർട്ണർഷിപ്പ് ആൻഡ് വാല്യൂ, മൂല്യം കൊടുക്കുന്നു. ഇൻ പർച്ചേസ് പ്രൊഡക്ഷൻ, ഇതിലൊക്കെ ഇൻ പർച്ചേസ് പ്രൊഡക്ഷൻ ആൻഡ് സെല്ലിംഗ് ഓഫ് പ്രോഡക്റ്റ് ഈസ് റെഫേർഡ് ആസ് വാല്യൂ നെറ്റ്വർക്ക്. എന്താണ്? ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു, അതിലൂടെ എന്ത് ചെയ്യുന്നു? പരസ്പരം ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു, എന്നിലൂടെ എന്ത് ചെയ്യുന്നു? അതൊരു വാല്യൂ കൊടുക്കുന്നു. ഇതിലൊക്കെ പർച്ചേസ്, പ്രൊഡക്ഷൻ, സെല്ലിംഗ് ഓഫ് പ്രോഡക്റ്റ് ഇതൊക്കെ കൊടുക്കുന്നു. ഇത്തരത്തിൽ ഉണ്ടാക്കുന്നതിനാണ് എന്താ പറയുക? വാല്യൂ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ദ പർപ്പസ് ഓഫ് വാല്യൂ നെറ്റ്വർക്ക് ഈസ് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, സേവ് കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് റവന്യൂ. 3 ലക്ഷ്യങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന്, ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, എന്ത് ചെയ്യണം? സ്ഥാപനത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. അതോടൊപ്പം എന്ത് ചെയ്യണം? സേവ് കോസ്റ്റ്, അല്ലേ, നമുക്ക് ചിലവുകൾ മാക്സിമം എന്ത് ചെയ്യണം? കുറക്കും വേണം. അതോടൊപ്പം എന്ത് വേണം? ഇൻക്രീസ് റവന്യൂ, വരുമാനം കൂട്ടുകയും വേണം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ എന്താണ്? പാർട്ണർഷിപ്പാണ് ആരൊക്കെ തമ്മിൽ? ബിറ്റ്വീൻ ഓർഗനൈസേഷൻസ് ഓർ ഇൻഡിവിജ്വൽസ്, സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വ്യക്തികളോ തമ്മിൽ ഉണ്ടാക്കുന്ന അതാണ്. നോക്കാം. വേസ് ഓഫ് ആഡിങ് വാല്യൂ ടു മാർക്കറ്റിംഗ് ചാനൽ. നമുക്ക് മാർക്കറ്റിംഗ് ചാനലിൽ എവിടെയൊക്കെ നമുക്ക് വാല്യൂ കൂട്ടാം, ഏതൊക്കെ ഇതിൽ നമുക്ക് കൂട്ടാം? ഒന്ന്, കമ്പനി ആൻഡ് ഫേമിലോ, അല്ലേ, ഒന്ന് കമ്പനി അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ കൂട്ടാം. എങ്ങനെയാണ്? ബൈ മെയിൻറ്റെയിനിങ് ഒപ്റ്റിമം ഫൈനാൻസ് ആൻഡ് അറ്റ് എനി ഗിവൺ പോയിന്റ് ഓഫ് ടൈം ആൻഡ് മെയിൻറ്റെയിനിങ് സഫിഷ്യൻറ്റ് സ്റ്റോക്ക് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സ്ട്രോങ് ഇൻവെൻട്രി ട്രാക്കിംഗ്, അല്ലെ, കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? കമ്പനി എന്ത് മെയിൻറ്റെയിൻ ചെയ്യുക? ഒപ്റ്റിമം ഫിനാൻസ്. എങ്ങനെയൊക്കെയാണ് ഒപ്റ്റിമം ഫിനാൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഏത് സമയത്ത് നോക്കിയാലും നമുക്ക് സുസ്ഥിരമായിട്ടുള്ളൊരു സാമ്പത്തിക ശക്തി ഉണ്ടാക്കുന്ന നിർബന്ധമാണ്. അല്ലാതെ ഒരു സമയത്ത് നല്ല ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ടാക്കുക, ഒരു സമയത്ത് തീരെ അല്ലെങ്കിൽ പറ്റ മോശമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടേക്കാരം. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു ഒപ്റ്റിമൽ ലെവലിൽ എന്ത് ചെയ്യണം? ഫിനാൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? ബൈ മെയിൻറ്റെയിൻ സഫിഷ്യൻറ്റ് സ്റ്റോക്ക്, കൃത്യമായിട്ടുള്ള സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, സ്റ്റോക്ക് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, സ്ട്രോങ് ഇൻവെൻറ്ററി ട്രാക്കിംഗ്, കൃത്യമായിട്ട് ഇൻവെൻറ്ററി ട്രാക്കൊക്കെ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് കമ്പനിക്ക് അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫേമിന് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നോക്കാം. ഡിസ്ട്രിബ്യൂട്ടർ ലെവൽ, വിതരണക്കാരുടെ ലെവലിൽ എങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? ഡിസ്ട്രിബ്യൂട്ടർ ലെവലിൽ he is responsible for sales as well as supply, so his system should be inbound as well as outbound, അല്ലേ, കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ഥാപനത്തിന് അയാൾക്ക് സെയിൽസും അതോടൊപ്പം സപ്ലൈ എന്ത് ചെയ്യേണ്ടത്? ഡിസ്ട്രിബ്യൂട്ടർ കൃത്യമായിട്ട് അറിയേണ്ടിയിട്ട്. കാരണം എന്താണ്? അയാളെക്കാൾ ചിലപ്പോൾ സപ്ലൈയും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേ സമയത്ത് സെയിൽസിനോടും അതേപോലെ സപ്ലൈയോടും എന്ത് ചെയ്യണം? ഈ ഷുഡ് ബി റെസ്പോൺസിബിൾ. അപ്പോൾ എന്താ പറയുക? ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം? ഈ ഷുഡ് ബി റെസ്പോൺസിബിൾ ആണ്. സോ ഹീ നീഡ്സ് ടു ട്രാക്ക് ദ ഇൻവെൻട്രി വിച്ച് ഈസ് കമ്മിങ് ആസ് വെൽ ആസ് സപ്ലൈ ഓഫ് വിച്ച് ഈസ് ഗോയിങ് ഔട്ട്, അല്ലേ, കൃത്യമായിട്ട് അയാൾക്ക് ഒരു ട്രാക്ക് ഉണ്ടാക്കുക. എന്താണ് വന്നത്, എന്താണ് പോയത്, വരലെന്താണ് സാധാരണ ഉണ്ടായാലും വരൽ റോ മെറ്റീരിയൽസും പോകലും എന്തെങ്കിലും പ്രോഡക്റ്റുകൾ, അല്ലേ, റോ മെറ്റീരിയൽസ് ഇങ്ങോട്ട് വന്നിട്ട് അത് റോ മെറ്റീരിയൽസ് പിന്നെ എന്തായിട്ട് പുറത്ത് പോകുന്നു? പ്രോഡക്റ്റുകളായിട്ട് പോകുന്നു. അപ്പോൾ അതിന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ധാരണ ഉണ്ടാക്കിയെടുക്കണം. മൂന്നാമത്തെ, ഡീലർ ഓർ റീറ്റെയിലർ ലെവൽ. ഡീലർ അല്ലെങ്കിൽ റീറ്റെയിലർ ലെവലിൽ എങ്ങനെയാണ്? ഹീസ് ഡയറക്റ്റ് ടച്ച് വിത്ത് കസ്റ്റമേഴ്സ്, അല്ല, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വാല്യൂ എന്തെങ്കിലും ക്രിയേഷൻ ചെയ്യാൻ നോക്കേണ്ടത്. കാരണം എന്താണ്? ഡയറക്റ്റ് കസ്റ്റമേഴ്സുമായിട്ട് ലിങ്ക് വരുന്നത് ആർക്കാണ്?
ഡീലേഴ്സിനോ അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിനോ ആണ്. സോ ഹി ഈസ് ഡയറക്റ്റ് ടച്ച് വിത്ത് കസ്റ്റമേഴ്സ്. ദ കമ്പനി ഹാസ് ടു എൻഷുർ ദാറ്റ് അവർ കസ്റ്റമേഴ്സ് ഈസ് ഗെറ്റിംഗ് ബെസ്റ്റ് സർവീസ്. അല്ലേ, കമ്പനി മാക്സിമം ഉറപ്പാക്കണം എൻ്റെ കസ്റ്റമേഴ്സിന് നല്ല സർവീസ്, ബെസ്റ്റ് സർവീസാണ് കൊടുക്കുന്നതെന്ന് കമ്പനി മാക്സിമം ഉറപ്പെടുത്തും. അങ്ങനെ ബെസ്റ്റ് സർവീസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആളുകൾ എന്തെങ്കിലും പിന്നെ ആ സാധനം വാങ്ങാൻ എന്തെങ്കിലും തയ്യാറല്ല. അപ്പോൾ ഈ കൊടുക്കേണ്ടതാണ് കമ്പനിക്ക് നേരിട്ടുള്ള സർവീസ് കൊടുക്കാൻ പറ്റും, അത് റീറ്റെയിലേഴ്സ് വഴി എന്തെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ. സോ ദ മാക്സിമം വാല്യൂ ക്യാൻ ബി ബിൽറ്റ് അറ്റ് ദ റീറ്റെയിലർ പോയിന്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്? റീറ്റെയിലർ പോയിന്റാണ്. ബൈ എൻഷുറിങ് മെറ്റീരിയൽ റൈറ്റ്സ് സേഫ്ലി ഫ്രം കമ്പനി ടു ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ റേറ്റ്. അല്ലേ, കമ്പനി എന്ത് ചെയ്യുന്നു? എൻഷുർ ചെയ്യണം എന്ത് സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് അത് ഇവിടേക്ക് എത്തുന്നുണ്ട് അല്ലെങ്കിൽ റേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ടെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഓരോ സ്റ്റേജിലേക്കും കൃത്യമായിട്ട് എത്താൻ പറ്റുന്നുണ്ടല്ലോ. ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? റിറ്റെയിലേഴ്സിന് ഒരിക്കലും മാനസികമായിട്ട് വെറുപ്പിക്കാൻ പാടില്ല. ഇഫ് ദേ അല്ലേ അവർക്കെങ്ങാനും മുഷിപ്പോ അല്ലെങ്കിൽ മടുപ്പോ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതെന്തിനെ ബാധിക്കും? കൺസ്യൂമേഴ്സിനോട് ബാധിക്കും, കസ്റ്റമേഴ്സിലേക്ക് ബാധിക്കും. അങ്ങനെ കസ്റ്റമേഴ്സിലേക്ക് ബാധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതെന്തിനെ ബാധിക്കും? സെയിൽസിനെ ബാധിക്കും. അപ്പോൾ അത് ഉണ്ടാക്കാൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. നോക്കാം നെക്സ്റ്റ്. മിഡിൽ മാൻ ഇൻ ഡിസ്ട്രിബ്യൂഷനിൽ ഏതൊക്കെയാണ് മിഡിൽ മാൻസ് ഉള്ള ഇടനിലക്കാരുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ഏജന്റ് മിഡിൽ മാൻ മെമ്പേഴ്സ് who never take title goods and do not possession of goods. They merely assist the manufacturers, merchant, middleman and consumers in carrying out transaction of sale and purchase. They only bring buyers and sellers together in order to facilitate exchange എന്നുള്ളതാണ്. നോക്കാം, ഇവരൊരിക്കലും എന്ത് ചെയ്യില്ല, സാധനം പോയിട്ട് വാങ്ങാനോ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഇതിൻ്റെതാണെന്ന് പറയാനോ എന്ത് ചെയ്യില്ല, നിൽക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ കൈവശം വെക്കാൻ എന്തെങ്കിലും ഒരിക്കലും തയ്യാറാവില്ല. ഇവരെന്ത് ചെയ്യും? മാനുഫാക്ചേഴ്സിനെയും റീറ്റെയിലേഴ്സിനെയും ഹോൾസെയിലേഴ്സിനെയും അതുപോലെ തന്നെ ആരൊക്കെ കൺസ്യൂമേഴ്സിനൊക്കെ അസിസ്റ്റ് ചെയ്യും. എന്തിനു വേണ്ടി? സാധനം വാങ്ങാനും മറ്റുള്ള സാധനം. ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി, നമ്മൾ സ്ഥലം കച്ചവടം നടത്തുന്ന ഏജൻറ്റുമാരുണ്ട്, സ്ഥല കച്ചവടം നടത്തുന്നത്, അവരൊരിക്കലും വാങ്ങൂല. അല്ലേ, നമ്മുടെ അടുത്ത് നിന്നിട്ട് പറയുന്നത് അവിടെ നല്ലൊരു സ്ഥലം ഉണ്ട് കേട്ടോ, ഒരു എക്സാമ്പിളാണ്, അവിടെ നല്ലൊരു സ്ഥലമുണ്ട്, പോയിട്ട് എന്ത് ചെയ്യാം, വാങ്ങാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവിടെ പോയിട്ട് എന്ത് ചെയ്യും? നമ്മളോട് പറയും. നമ്മളവിടെ പോയി നോക്കുന്നു, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരും, അത് കാണിച്ചിട്ടുണ്ടെന്ന് ഇതാക്കുന്നു, മറ്റുള്ളവർ സംസാരിക്കാനൊക്കെ എന്ത് ചെയ്യും? തയ്യാറാകും. അതേപോലെ അവരോടും പറയും ഇന്ന ടീമാണ്, അത് ഇത്ര നമുക്ക് നോക്കാമെന്നൊക്കെ രീതിയിൽ മറ്റുള്ളവരോട് സംസാരിച്ച് ഒരു നെഗോഷിയേഷനൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു? അത് സെറ്റാക്കി തരുന്നു. ഇവരൊരിക്കലും ആ പ്രോപ്പർട്ടി പോയിട്ട് വാങ്ങാനോ അല്ലെങ്കിൽ അത് അവരുടെ കൈവശം വെക്കാനോ ഒരിക്കലും എന്ത് ചെയ്യില്ല, തയ്യാറാകില്ല. ഇത്തരത്തിലുള്ളവരാണ് എന്ത് ചെയ്യുക? ഏജൻറ്റ് മിഡിൽമാൻ, ഏജൻറ്റുമാരായിട്ട് നിൽക്കുന്ന ഇടനിലക്കാർ. ദെൻ മെർച്ചൻ്റ് മിഡിൽമാൻ, കച്ചവട മിഡിൽമാൻ എന്ന് പറയുന്നത് ദേ ടേക്ക് ടൈറ്റിൽ ടു ഗുഡ്സ് വിത്ത് എ വ്യൂ ടു സെല്ലിംഗ് ദം അറ്റ് പ്രോഫിറ്റ്. They help in the distribution of goods by acting as intermediaries between manufacturers and consumers. മെർച്ചൻ്റ് മിഡിൽമാൻ പ്രത്യേകിച്ച് സാധനം വാങ്ങും, അവർ വാങ്ങിയിട്ട് അവരെന്ത് ചെയ്യും? മറിച്ച് വിൽക്കും. ലാഭത്തിൽ എന്ത് ചെയ്യും? ആ സാധനം മറിച്ച് വിൽക്കാൻ തയ്യാറാക്കും. അവരെന്ത് ചെയ്യുന്നു? പലപ്പോഴും ഇൻ്റർമീഡിയറ്റ്സ്, മാനുഫാക്ചേഴ്സിൻ്റെയും കൺസ്യൂമേഴ്സിൻ്റെയും ഇടയിലുള്ള ഇൻ്റർമീഡിയറീസ് ആയിട്ട് നിൽക്കുന്നതാരാണ്? എപ്പോഴും ഈ മെർച്ചൻ്റ് മിഡിൽമാനാണ് പലപ്പോഴും എന്ത് ചെയ്യുക. റീറ്റെയിലേഴ്സും ഹോൾസെയിലേഴ്സൊക്കെ എന്താണ്? ഇതിന് ഉദാഹരണമാണ്. റീറ്റെയിലേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് എന്താണ്? മെർച്ചൻ്റ് മിഡിൽമാനിൻ്റെ ഉദാഹരണമാണ്. കാരണം അവരാണ് നേരിട്ട് എന്ത് ചെയ്യുക? പോയിട്ട് വാങ്ങുന്നു, ഇതാക്കുന്നു എന്നുള്ള രീതിയിൽ ചെയ്യുന്ന പോലെ. നമ്മൾ ചില ആളുകളുടെ സ്ഥലം എന്ത് പോയിട്ട് അവർ പോയിട്ട് വാങ്ങും, എന്നിട്ട് വാങ്ങിയിട്ട് എന്ത് ചെയ്യും? അവർ പിന്നെ എന്ത് ചെയ്യും? മറിച്ച് വിൽക്കുന്ന പോലെ. അതാണ് മെർച്ചൻ്റ് മിഡിൽമാൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ നോക്കാം, ഫെസിലിറ്റേറ്റേഴ്സ്. ഇതിനൊക്കെ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ടീം ഉണ്ടാകും. ദേ അസിസ്റ്റ് ഇൻ ദി പെർഫോമൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബട്ട് നെയ്തർ ടേക്ക് ടൈറ്റിൽ ടു ഗുഡ്സ് നോർ അണ്ടർടേക്ക് പർച്ചേസ് ഓർ സെൽ. ഇവരെന്തെങ്കിലും ഒരിക്കലും സാധനം വാങ്ങാൻ അതിനൊന്നും തയ്യാറാവില്ല. ഇവർ പലപ്പോഴും സഹായങ്ങൾ ചെയ്ത് കൊടുക്കാനും ഫെസിലിറ്റേഷൻ ചെയ്ത് കൊടുക്കാനും എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ, അല്ലെ, കമ്പനീസിന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ തന്നെ ബാങ്കേഴ്സ്, അഡ്വർടൈസിങ് ഏജൻസീസ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുക? ഫെസിലിറ്റേറ്റേഴ്സിന് ഉദാഹരണമായിട്ടുള്ളത്. നോക്കാം, ഫങ്ഷൻസ് ഓഫ് മിഡിൽമാനിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെൽപ്പ് ഇൻ എഫിഷ്യൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്. ഗുഡ്സ് കൃത്യമായിട്ട് എഫിഷ്യൻ്റ് ആയിക്കൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. ഹെൽപ്സ് ഇൻ ദി ക്രിയേഷൻ ഓഫ് പ്ലേസ്, ടൈം ആൻഡ് പൊസിഷൻ യൂട്ടിലിറ്റീസ്. കൃത്യമായിട്ട് ഓരോ സ്ഥലവും സമയവും അതുപോലെ തന്നെ കൈവശം വെക്കുക, ഇത്തരത്തിൽ യൂട്ടിലിറ്റീസ് എന്ത് ചെയ്യുന്നു? അത് ക്രിയേഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ചില ആളുകൾ സാധനം വാങ്ങുന്നു, ചില ആളുകൾ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നു, ചില ആളുകൾ കൃത്യസമയത്തേക്ക് അത് എത്തിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഇങ്ങനെ ടൈമും പൊസിഷനും അതേ പ്ലേസ് യൂട്ടിലിറ്റീസൊക്കെ കൈവശം വെക്കുന്നു. ഹെൽപ്സ് ഇൻ ദി ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം ദി പോയിന്റ് ഓഫ് പ്രൊഡക്ഷൻ ടു ദി പോയിന്റ് ഓഫ് കൺസംഷൻ. ഈ എവരെന്ത് ചെയ്യുന്നു? ഈ മിഡിൽമെൻസ് ഉണ്ടാക്കിയ സ്ഥലത്തിൽ നിന്ന് സാധനം എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള സഹായങ്ങൾ എന്ത് ചെയ്യുന്നു? ചെയ്തു കൊടുക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന സ്ഥലത്തിൽ നിന്ന് ആവശ്യക്കാരിലേക്ക് എന്ത് ചെയ്യുന്നു? സാധനം എത്തിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. ഹെൽപ്സ് ടു പ്രൊവൈഡ് വാല്യുബിൾ മാർക്കറ്റ് ഇൻഫർമേഷൻ. കമ്പനിക്ക് കൃത്യമായിട്ട് ആവശ്യം എന്താണ്? ഡാറ്റാസാണ് ആവശ്യമുള്ളത്, അല്ലേ, വിവരങ്ങൾ. എന്നാൽ അങ്ങനെയല്ലോ, ഡാറ്റയുടെ യുഗത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടല്ല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാണ്. ഡാറ്റ കൈമാറില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻസ് വളരെ വാല്യുബിളാണ്. ഈ ഇൻഫോർമേഷൻസ്
മാർക്കറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കമ്പനിയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ സഹായിക്കുന്നു. ദ അണ്ടർടേക്ക് അഡ്വർടൈസിങ് ആൻഡ് പബ്ലിസിറ്റി, ഇവർ തന്നെ എന്ത് ചെയ്യും, അഡ്വർടൈസ്മെൻറ്റ് പബ്ലിസിറ്റിക്ക് എന്ത് ചെയ്തോളും, ഇവർ തന്നെ കൊടുത്തോളും, ഇവരെ തന്നെ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ദ അണ്ടർടേക്ക് ട്രാൻസ്പോർട്ട് വെയർ ഹൗസിങ് ആൻഡ് സ്റ്റോറിങ് ഓഫ് ഗുഡ്സ്, അല്ലേ, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും വെയർ ഹൗസിങ്ങും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, സ്റ്റോറിങ് ഓഫ് ഗുഡ്സൊക്കെ എന്ത് ചെയ്യുന്നു, ഇവർ ഏറ്റെടുക്കുന്നു. They collect big orders to help, it helps to large scale of production. അവരെന്ത് ചെയ്യുന്നു, വലിയ വലിയ ഓർഡറുകൾ എടുക്കുന്നതുകൊണ്ട് അതെന്തിനു സഹായിക്കുന്നു, ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ സഹായിക്കുന്നു. ദ ഹെൽപ്പ് ടു കീപ് ദ പ്രൈസ് സ്റ്റഡി, കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, സാധനത്തിൻ്റെ വില സ്റ്റഡി ആയിട്ട് എന്ത് ചെയ്യുന്നു, സൂക്ഷിക്കാൻ സഹായിക്കുന്നു. ദ കീപ് പ്രൈസ് സ്റ്റഡിലി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം എന്താണ് ഹോൾസെയിലിംഗ് എന്നുള്ളത്. നമ്മളിത് കൃത്യമായിട്ട് നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പറയുന്നത്, നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്താണ് ഹോൾസെയിലിങ്ങും റീറ്റെയിലിങ്ങും, കൺസ്യൂമേഴ്സ് എന്താണെന്നും കമ്പനി എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. നോക്കാം നമുക്ക് എന്താണ് ഹോൾസെയിലിംഗ് എന്നുള്ളത്. ഹോൾസെയിലർ ഈസ് ഫസ്റ്റ് ഇൻ്റർമീഡിയറി ഇൻ ദി ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിലെ ആദ്യത്തെ ഇൻ്റർമീഡിയറി ആയിട്ട് വരുന്ന ആളാണെന്ത്, ഹോൾസെയിലർ എന്ന് പറയുന്നത്. ഈസ് എ ട്രേഡർ who purchase the goods from manufacturers in bulk quantity and sell to retailers in small quantity. മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വലിയ അളവിൽ സാധനം വാങ്ങിയിട്ട് ചെറിയ അളവിൽ ആർക്ക് കൊടുക്കുന്നു, റീറ്റെയിലേഴ്സിന് കൊടുക്കുന്ന ടീമിനെയാണ് എന്ത് പറയാം, ഹോൾസെയിലർ എന്ന് പറയുന്നത്. അപ്പോൾ ഹീസ് എ ട്രേഡറാണ് ഹു പർച്ചേസ് ദി ഗുഡ്സ് ഫ്രം മാനുഫാക്ചേഴ്സ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റി. മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് 2000, 3000, 5000 കിലോനൊക്കെ വാങ്ങിയിട്ട് റീറ്റെയിലേഴ്സിന് അത് 100 കിലോനും 50 കിലോനും അല്ലെങ്കിൽ അങ്ങനെ നമ്മളുണ്ടല്ലോ ചെറിയ ഇതായിട്ട്. ഇപ്പോൾ പഞ്ചസാരയ്ക്ക് ഫോർ എക്സാമ്പിൾ ഷുഗർ മാനുഫാക്ചറിങ് കമ്പനിയിൽ പോയിട്ട് ഒരു 5000 അല്ലെങ്കിൽ 2 ടണ്ണും 5 ടണ്ണും 10 ടണ്ണൊക്കെ സാധനം വാങ്ങിയിട്ട് ഇവിടെ സാധാരണ കച്ചവടക്കാർക്ക് അത് ഒരു ചാക്കോ അല്ലെങ്കിൽ 50 കിലോൻ്റെ ചാക്കോ 100 കിലോൻ്റെ ചാക്കോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, ചെറിയ ചെറിയ അളവിൽ എന്ത് ചെയ്യുന്നു, വിറ്റ് കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതാണ് എന്ത് ഹോൾസെയിലേഴ്സ് എന്ന് പറയുമ്പോൾ. ഈ സ്റ്റാൻഡ് ഇൻ ബിറ്റ്വീൻ ദി മാനുഫാക്ചർ ആൻഡ് ദി റീറ്റെയിലേഴ്സ്. മാനുഫാക്ചറേഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ റീറ്റെയിലേഴ്സിനും ഇടയിലുള്ള ഒരു സ്റ്റാൻഡായിട്ട് എന്ത് ചെയ്യുന്നു, നിൽക്കുന്നു. രണ്ടിൻ്റെ ഇടയിലുള്ള സ്റ്റാൻഡായിട്ട് എന്ത് ഹോൾസെയിലേഴ്സ് ഡീൽ ചെയ്യുന്നു. ഫങ്ഷൻസ് ഓഫ് ഹോൾസെയിലർ. ഹോൾസെയിലറുടെ ഫങ്ഷൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അസംബ്ലിംഗ് ഓഫ് വാരിയറ്റി ഓഫ് ഗുഡ്സ് ഫ്രം ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സ്. വ്യത്യസ്തമായിട്ടുള്ള മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വെറൈറ്റി സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, ശേഖരിച്ച് വെക്കുന്നു, അസംബിൾ ചെയ്ത് വെക്കുന്നു. സ്റ്റോറിംഗ് ഓഫ് ഗുഡ്സ് ഇൻ പ്രോപ്പർ വെയർഹൗസ് ടിൽ ദേ ആർ സോൾഡ് ടു ദി റീറ്റെയിലേഴ്സ്. സാധനം ഈ മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതിന് ശേഷം കൃത്യമായിട്ട് അത് സൂക്ഷിച്ചു വെക്കുന്നു. ഏതുവരെ, റീറ്റെയിലേഴ്സിന് ഈ സാധനം വിൽക്കുന്നത് വരെ ഇത് കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നു, സംരക്ഷിച്ചു വെക്കുന്നു. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ടു റീറ്റെയിലേഴ്സിന് എന്ത് ചെയ്യുന്നു, സാധനം ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കുന്നു. ട്രാൻസ്പോർട്ടിംഗ് ഓഫ് ഗുഡ്സ് ടു വെയർ ഹൗസ് ആൻഡ് ടു റീറ്റെയിലേഴ്സ്. അതെന്ത് ചെയ്യുന്നു, വെയർ ഹൗസിൽ നിന്ന് സാധനങ്ങൾ വെയർ ഹൗസിലേക്കും അതോടൊപ്പം റീറ്റെയിലേഴ്സിലേക്കൊക്കെ ഒന്ന് കമ്പനിയിൽ നിന്ന് സാധനം എടുത്ത് ആ വെയർ ഹൗസിലേക്കും വെയർ ഹൗസിൽ നിന്ന് റീറ്റെയിലേഴ്സിലേക്ക് നിന്ന് അത് സാധനങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കുന്നു. ഗ്രേഡിംഗ് ഓഫ് ഗുഡ്സ് അക്കോർഡിംഗ് ടു ക്വാളിറ്റി, സൈസ്, ക്വാണ്ടിറ്റി എക്സെട്ര. അതിൻ്റെ ക്വാളിറ്റിക്കും സൈസിനും കളറിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ഈ സാധനം ഗ്രേഡാക്കി, എ ഗ്രേഡ് സാധനം, ബി ഗ്രേഡ് സാധനം, സി ഗ്രേഡ് സാധനം അല്ലെങ്കിൽ നല്ല പ്രീമിയർ സാധനം, ഇങ്ങനെ ഓരോ പേരുകളിൽ എന്ത് ചെയ്യുന്ന സാധനം ക്വാളിറ്റി അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഒന്ന് ഗ്രേഡ് ചെയ്ത് വെക്കുന്നു. ഫൈനാൻസ് ദ റീറ്റെയിൽ ട്രേഡ് ബൈ സെല്ലിംഗ് ദ ഗുഡ്സ് ടു റീറ്റെയിലേഴ്സ് ഓൺ ക്രെഡിറ്റ്. അല്ലേ, റീറ്റെയിലേഴ്സിന് ഫിനാൻസിങ് സംവിധാനം കൊടുക്കുന്നു. എങ്ങനെ, ഹോൾസെയിലേഴ്സ് ക്രെഡിറ്റിന് സാധനം കൊടുത്തിട്ട് ഫിനാൻസിങ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്ന കടയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുന്നു, കടത്തിന് തരുന്ന ഒരു മാസമൊക്കെ സാധാരണ അങ്ങനെ ചെയ്യില്ല, ഒരു മാസത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതിയാവും, കടം നമ്മൾ ശരിയാക്കിയാൽ മതി. അപ്പോൾ ഒരു മാസം നമുക്ക് സാധനം, ഇപ്പോൾ റീറ്റെയിലേഴ്സിന് സാധനം വിറ്റ് പോകാനും അതിൽ നിന്ന് പൈസ കിട്ടിയിട്ട് ആ പൈസ തിരിച്ചു കൊടുക്കണം എന്ത് ചെയ്യും, സമയം കിട്ടും. സ്റ്റെബിലൈസിങ് ദി പ്രൈസ്, അല്ലെ, പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. നെക്സ്റ്റ് നോക്കാം, സർവീസ് റെൻഡേഡ് ബൈ ഹോൾസെയിലേഴ്സ് ടു മാനുഫാക്ചേഴ്സ്. എന്തൊക്കെയാണ് ഈ ഹോൾസെയിലേഴ്സ് മാനുഫാക്ചേഴ്സിന് കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ്, ദ ഹോൾസെയിലർ ഹെൽപ്സ് ദ മാനുഫാക്ചർ ടു ഗെറ്റ് ദി ബെനിഫിറ്റ് ഓഫ് ഇക്കണോമിക്സ് ഓഫ് ലാർജ് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ബൈ പർച്ചേസിങ് ഓഫ് ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. ഇവർക്ക് എന്ത് ചെയ്യുന്നു, ഹോൾസെയിലേഴ്സ് വലിയ അളവിൽ സാധനം വാങ്ങുന്നത് കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യുന്നു, കമ്പനികൾക്ക് എന്ത് ചെയ്യുന്നു, ലാർജസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ സാധിക്കുന്നു. നമ്മൾ സാധനം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനും നമ്മൾ ചില സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതിയാവും, നമ്മൾ ഈ സാധനം പ്രിൻ്റ് എടുക്കുന്ന കടയിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര പ്രിൻ്റാണ് വേണ്ടത് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും, നമ്മൾ പറയണം ഒരു 50 പ്രിൻറ്റ് മതിയെന്ന് പറയുന്ന സമയത്ത് അവർ പറയും 50 പ്രിൻ്റ് ആണെങ്കിൽ 100 പ്രിൻ്റൊക്കെ ആണെങ്കിൽ ചെറിയ പൈസ തന്നെ മാറ്റുള്ളൂ കേട്ടോ, ഒക്കെ ഇതേ ഉള്ളൂ പറയും.
അതേസമയത്ത് വലിയ അളവിലൊക്കെ ആണെങ്കിൽ പൈസ വീണ്ടും വീണ്ടും കുറഞ്ഞ് എന്ത് ചെയ്യും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ 10 പ്രിൻ്റ് മതി എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് വലിയ വില കൊടുക്കുമ്പോൾ അത് 1000 പ്രിൻ്റ് ആണെങ്കിൽ അത്രത്തോളം വില എന്ത് ചെയ്യുന്നില്ല, പെർ കോപ്പി വരാതെ വരും. കാരണം ബൾക്ക് ക്വാണ്ടിറ്റിയിലാകുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് പെട്ടെന്ന് എക്കണോമിക്സ് ഓഫ് സ്കെയിലിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു. As the wholesalers collect small orders from number of retailers, the manufacturer is relieved from the trouble and expense of collecting a large number of small orders. അല്ലേ, ഈ റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യുന്നു, ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ചെറിയ ഓർഡറൊക്കെ വാങ്ങിയിട്ട് അത് വലിയൊരു ഓർഡറാക്കിയിട്ട് എന്ത് മാറ്റും. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് സുഖമാണ്, കമ്പനിക്ക് ഈ പ്രശ്നം വരില്ല, ചെറിയ ഓർഡറിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും എന്തില്ല, അത് കളക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. The wholesaler pass on to the manufacturers all the information that he obtains from the numerous retailers regarding the changes in market condition. This enables the manufacturers to produce according to the changing needs of consumers. അല്ലേ, ഹോൾസെയിലേഴ്സ് എന്ത് ചെയ്യുന്നു, റീറ്റെയിലേഴ്സ് കൊടുക്കുന്ന മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ആവശ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആരുടെ അടുത്ത് പോയിട്ട് പറയും, റീറ്റെയിലേഴ്സ് നേരെ പോകുന്നു ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിലാണ്, ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിലേക്ക് നിന്ന് വിവരങ്ങളൊക്കെ കൈമാറും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കയ്യിൽ ഒരുപാട് വിവരങ്ങൾ ഉണ്ടാവും, മാറ്റത്തിനനുസരിച്ചുള്ള കാലികമായിട്ടുള്ള മാറ്റത്തിനനുസരിച്ചുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഹോൾസെയിലേഴ്സ് ഈ വിവരങ്ങളൊക്കെ ആർക്ക് കൈമാറും, മാനുഫാക്ചേഴ്സിന് കൈമാറും. അതുകൊണ്ട് അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ഹി മേക്സ് ക്യാഷ് പർച്ചേസ് ഫ്രം മാനുഫാക്ചേഴ്സ്. അവിടെ നിന്ന് ഹോൾസെയിലേഴ്സ് പലപ്പോഴും മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പർച്ചേസാണ് ചെയ്യുന്നത്. ദിസ് എനാബിൾസ് ദ മാനുഫാക്ചേഴ്സ് ടു ക്യാരി ഓൺ ഹിസ് ബിസിനസ് വിത്ത് ലെസ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പലപ്പോഴും വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇങ്ങനെ കൈവശം ഈ ഇവരുടെ കയ്യിൽ നിന്ന് ട്രാൻസാക്ഷൻ നടന്ന് കിട്ടുന്ന പൈസ കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നു, ബിസിനസ് റൺ ചെയ്യാൻ സഹായിക്കുന്നു. ദ ഹോൾസെയിലർ ബൈസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ആൻഡ് കീപ്സ് ദ ഗുഡ്സ് ഓൺ ഇൻ ഹിസ് വെയർ ഹൗസ്. ദിസ് ലീവ്സ് ദ മാനുഫാക്ചേഴ്സ് ഓൺ ദ റിസ്ക് ഓഫ് സ്റ്റോറേജ്, ഒബ്സൾസൻസ് ആൻഡ് അതർ ലോസസ്. അല്ലേ, ഇങ്ങനെ ഇവർ വലിയ അളവിൽ സാധനം വാങ്ങിയിട്ട് അത് എന്ത് ചെയ്യുന്നു, വെയർ ഹൗസിൽ ഇവരെ റിസ്ക് തന്നെ സൂക്ഷിച്ചതുകൊണ്ട് ഈ റിസ്ക് മാറി കയ്യിൽ നിന്ന് പോകുന്നു. മാനുഫാക്ചേഴ്സിന് അതും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റോറേജ് ചെയ്യേണ്ട അല്ലെങ്കിൽ ലോസിൻ്റെ ഒന്നും പ്രശ്നങ്ങൾ വരുന്നില്ല. ആസ് ദി ഹോൾസെയിലർ ബൈസ് വെൻ ദ പ്രൈസ് ആർ ലോ and sell when the price rise, the manufacturer is helped to maintain steady price for his product. അല്ലേ, ഹോൾസെയിലർ എന്ത് ചെയ്യുന്നു, വില കൂടുന്ന സമയത്ത് വലിയ അളവിൽ എന്ത് ചെയ്യുന്നു, അത് വാങ്ങിയേക്കും, വില കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അത് വിൽക്കുകയും ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ മാനുഫാക്ചേഴ്സിന് എന്താണ്, പലപ്പോഴും അവരുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റഡി പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു എന്നുള്ളതാണ്. He advised the manufacturers on product features, packaging and advertisement. He undertakes advertisement and sales promotion on behalf of manufacturers. അല്ലേ, കൃത്യമായിട്ട് ഉപദേശങ്ങൾ, ഈ പാക്കേജിങ് ശരിയല്ല കേട്ടോ, ഇതിങ്ങനെ മാറ്റണം കേട്ടോ, ഇത് റെഡിയാണില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ട് പലപ്പോഴും നമുക്ക് നഷ്ടം ഉണ്ടാകുകയാണ്, ഇതിങ്ങനെയൊക്കെ ഒരു പരസ്യം കൊടുത്തുകൂടെ, ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തുകൂടെ. പിന്നെ ഹോൾസെയിലേഴ്സ് അവരുടെ ഭാഗം എന്ത് ചെയ്യുന്നു, അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് നിർദ്ദേശങ്ങളൊക്കെ മാനുഫാക്ചേഴ്സിന് കൊടുക്കുവാനും റിഗാർഡിങ് പാക്കേജിങ്, അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് അതർ മാറ്റേഴ്സ്. പിന്നെ അതുപോലെ തന്നെ സെയിൽസ് പ്രൊമോഷൻ നടത്താനൊക്കെ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നില്ല. ബൈ ടേക്കിംഗ് ഓവർ ദി മാർക്കറ്റിംഗ് ഫംഗ്ഷൻ ഫ്രം ദി മാനുഫാക്ചേഴ്സ്, ദ ഹോൾസെയിലർ എനേബിൾസ് ദം ടു കോൺസെൻട്രേറ്റ് ഓൺ പ്രൊഡക്ഷൻ. അല്ലേ, എന്ത് ചെയ്യുന്നു, മാർക്കറ്റിംഗ് ഫംഗ്ഷൻ മാനുഫാക്ചേഴ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇവർ ഓവർടേക്ക് അല്ലെങ്കിൽ നടത്തി കൊടുക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഇവർക്ക് എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേറ്റ് ഓൺ പ്രൊഡക്ഷൻ, കമ്പനിക്ക് പ്രൊഡക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, മാർക്കറ്റിംഗ് മറ്റുള്ള ഇതൊക്കെ ആര് ചെയ്ത് കൊടുക്കും, ഈ ഹോൾസെയിലേഴ്സ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. നോക്കാം, നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് സർവീസ് ടു റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ ആൻഡ് സൊസൈറ്റിക്കും റീറ്റെയിലേഴ്സിനും എന്ത് സർവീസാണ് ഇവിടെ കൊടുക്കുന്നത്. ഹോൾസെയിലർ ഹെൽപ്സ് റീറ്റെയിലേഴ്സ് ഒബ്റ്റെയിൻ ഗുഡ്സ്. ഫസ്റ്റ് നമുക്ക് റീറ്റെയിലേഴ്സിന് എന്താ നോക്കാം കേട്ടോ. സർവീസ് ടു റീറ്റെയിലേഴ്സ്, ഹോൾസെയിലർ helps retailers obtain goods more quickly and more conveniently from the wholesaler than from the manufacturers. അല്ലേ, റീറ്റെയിലേഴ്സിന് പെട്ടെന്ന് സാധനങ്ങൾ കിട്ടാനും സൗകര്യപരമായിട്ട് സാധനം വാങ്ങാൻ എപ്പോഴും നല്ല ആരാണ്, ഹോൾസെയിലറുടെ കയ്യിൽ നിന്നാണ്. മാനുഫാക്ചറുടെ കയ്യിൽ പോയി കണ്ട് തിരഞ്ഞു പിടിച്ച് സാധനം വാങ്ങാനുള്ള സുഖം എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു, അവർക്ക് ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്നു. whenever new goods are introduced in the market, the wholesaler will inform the matter to retailers. പുതിയ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ വിവരങ്ങളൊക്കെ ആരറിയിക്കുന്നു, ഈ റീറ്റെയിലേഴ്സിനെ ആരറിയിക്കും, ഹോൾസെയിലർ അറിയിക്കും. ഹി ഗിവ്സ് വാല്യുബിൾ അഡ്വൈസ് ടു ദി റീറ്റെയിലേഴ്സ് ഓൺ ബിസിനസ് മാറ്റേഴ്സ്. അല്ലേ, കൃത്യമായിട്ട് ഉപദേശങ്ങളൊക്കെ റീറ്റെയിലേഴ്സിന് എന്ത് ചെയ്യുന്നു, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ആർക്ക് പറ്റും,
ഹോൾസെയിലേഴ്സിന് പറ്റുന്നു. ദ ഹോൾസെയിലർ റെൻഡേഴ്സ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ റീറ്റെയിലേഴ്സ് ബൈ ഗ്രാൻഡിങ് ഹിം ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. ദിസ് എനേബിൾസ് ദ റീറ്റെയിലേഴ്സ് ടു ക്യാരി ഓൺ ബിസിനസ് വിത്ത് ലെസ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മളെന്ത് ചെയ്യുന്നു, സാധനങ്ങൾ കടത്തിന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ റീറ്റെയിലർക്ക് എപ്പോഴും വലിയൊരു എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്താണ് കൈവശം വെക്കേണ്ട ആവശ്യമില്ല. ചെറിയ അളവിൽ പൈസ കൊണ്ട് ക്യാപിറ്റൽ കൊണ്ട് എന്ത് ചെയ്യുന്നു, ബിസിനസ് റണ്ണ് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്നു. The wholesaler arranges for assembling and warehousing of goods. It is impossible for the retailer to purchase goods from various manufacturers. ഹോൾസെയിലേഴ്സ് എന്ത് ചെയ്യുന്നു, വെയർഹൗസിങ്ങും അസംബ്ലിങ്ങും ഒക്കെ അറേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ്, അത് റീറ്റെയിലേഴ്സിന് റിസ്ക് ചെയ്യാൻ അല്ലേ, ഓരോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ റീറ്റെയിലർ ടു പർച്ചേസ് ഗുഡ്സ് ഫ്രം വേരിയസ് മാനുഫാക്ചേഴ്സ്. ഇവർ തന്നെ കൃത്യമായിട്ട് പല ആളുകളുടെ കയ്യിൽ നിന്ന് സാധനമൊക്കെ പല കമ്പനികളുടെ സാധനങ്ങൾ വാങ്ങിയിട്ട് സൂക്ഷിച്ച് വെക്കുന്നത് കൊണ്ട് ഈ റീറ്റെയിലർക്ക് ഓരോ കമ്പനിയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ റിസ്ക് ആയിരിക്കും. അതെന്ത് ചെയ്യുന്നു, ഇവർക്ക് എളുപ്പത്തിൽ ഈ ഒരു ഹോൾസെയിലറുടെ കയ്യിൽ പോയി എല്ലാ കമ്പനിയുടെ സാധനങ്ങളും നിന്നും അവിടെ നിന്ന് വാങ്ങാൻ പറ്റുന്നു. ഹോൾസെയിലർ ബിയർസ് ഓൾ ദി റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദി സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ്. ഈ സാധനത്തിൻ്റെ സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിസ്കുകളും അവർ ഏറ്റെടുക്കുന്നു, ഹോൾസെയിലർ ഏറ്റെടുക്കുന്നു. ഹോൾസെയിലർ ഹെൽപ്സ് റീറ്റെയിലേഴ്സ് ടു കീപ് പ്രൈസ് സ്റ്റഡിലി. എന്ത് ചെയ്യുന്നു, ഹോൾസെയിലർ പലപ്പോഴും എന്ത് ചെയ്യുന്നു, പ്രൈസ് റീറ്റെയിലേഴ്സിന് സഹായിക്കുന്നു. എങ്ങനെ, പ്രൈസ് കൂടുതലും കുറവും ഒക്കെ വരാതെ സ്റ്റഡി ആയിക്കൊണ്ട് നിർത്താൻ എന്ത് ചെയ്യുന്നു, റീറ്റെയിലർ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഹോൾസെയിലർ സഹായിക്കുന്നു. ഹോൾസെയിലർ ഹെൽപ്സ് ദ റീറ്റെയിലേഴ്സ് ടു കീപ് പ്രൈസ് സ്റ്റഡിലി, അല്ലെ, ഹോൾസെയിലർ എന്ത് ചെയ്യുന്നു, റീറ്റെയിലേഴ്സിനെ സ്റ്റഡി പ്രൈസ് നിർത്താൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. മൂന്നാമത്തെ സർവീസ് ടു ദി സൊസൈറ്റി. എന്തൊക്കെയാണ് സർവീസ് കൊടുക്കുന്നത്, ഹോൾസെയിലർ എന്തൊക്കെയാണ് ഈ സൊസൈറ്റിക്ക് നൽകുന്ന സർവീസുകൾ. ദ ഹോൾസെയിലർ പാസ് ഓൺ ടു ദ റീറ്റെയിലേഴ്സ് ഓൺ കൺസ്യൂമിങ് പബ്ലിക് ദ ബെനിഫിറ്റ് ഓഫ് സ്പെഷ്യലൈസേഷൻ ഓഫ് മാർക്കറ്റ് ആക്ടിവിറ്റീസ്, അല്ലേ, റീറ്റെയിലേഴ്സിന് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് പൊതു ആളുകളെ അല്ലെങ്കിൽ കൺസ്യൂമർ പബ്ലിക് ബെനിഫിറ്റ് ഓഫ് സ്പെഷ്യലൈസേഷൻ ഓഫ് മാർക്കറ്റ് ആക്ടിവിറ്റീസിൽ പബ്ലിക്കിന് ഇതാക്കുന്ന ബെനിഫിറ്റ് എന്ത് കൊടുക്കുന്നു. ഹോൾസെയിലർ ഇൻട്രൊഡ്യൂസ് ഫാഷൻ ആൻഡ് സ്റ്റൈൽ ഇൻ ദി മാർക്കറ്റ്. ഹി റൈസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദി പീപ്പിൾ, അല്ലേ, ഹോൾസെയിലറിൽ നിന്ന് പുതിയ സ്റ്റൈലും പുതിയ ഫാഷനും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ത് ചെയ്യുന്നു, വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഹോൾസെയിലർ അണ്ടർടേക്ക് മാർക്കറ്റ് റിസർച്ച് ആൾസോ. ദിസ് ഇസ് ബെനിഫിഷ്യൽ ടു സൊസൈറ്റി. ഹോൾസെയിലർ പലപ്പോഴും മാർക്കറ്റിനെ കുറിച്ച് റിസർച്ച് നടത്തുന്നതുകൊണ്ട് ഇതെന്താണ്, പലപ്പോഴും സൊസൈറ്റിക്ക് എന്താണ്, അത് ഗുണകരമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളാണുള്ളത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.